ഹലോ, എൻ്റെ എല്ലാ ബന്ധുക്കളും അഭ്യുദയകാംക്ഷികളും ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞങ്ങളുടെ അമ്മയുടെ 8ാമത്തെ സന്തതി അനിയൻ ഞങ്ങളെ വിട്ടുപിരിഞ്ഞിട്ട് 1 വർഷമാകാൻ പോവുകയാണ്. അമേരിക്കയിൽ വെച്ചിട്ടായിരുന്നു മരിച്ചതും അടക്കും. അവിടെ എല്ലാവർക്കും ചെന്നെത്താൻ പറ്റിയിരുന്നില്ല. ഈ ഫസ്റ്റ് ഇയറിനും എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അദ്ദേഹം നല്ലൊരു ഗായകനായിരുന്നു. ജീവിക്കുന്ന കാലത്ത് ഒത്തിരി സന്തോഷം പാട്ടിലൂടെ തന്ന് ആ പാട്ടൊക്കെ കോർത്തിണക്കി ഞങ്ങൾ ഒരു വീഡിയോ ജെന്നി ഫ്ലവേഴ്സിൻ്റെ യൂട്യൂബിലൂടെ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. എല്ലാവരും കാണുക, കമൻറ്റ് ചെയ്യുക, അവനുവേണ്ടി പ്രാർത്ഥിക്കുക. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു. അനിയനെ ഞാനാണ് 1ാം ക്ലാസ്സിൽ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തത്. കുന്നുങ്കൈ സ്കൂളിലാണ് ചേർത്തത്. അന്ന് ചേർക്കാൻ കൊണ്ടുപോയ അന്ന് മീൻസ് കുഞ്ഞാഞ്ഞ് പറഞ്ഞിട്ട് ഇവനെ ഒന്ന് കൊണ്ടുപോയി 1ാം ക്ലാസ്സിൽ ചേർക്കണം. അന്നേരം കുഞ്ഞാഞ്ഞ് പറഞ്ഞ് നിങ്ങൾ 10 പേരിൽ ഏറ്റവും ബുദ്ധിയുള്ളത് ഇവനാണ്, ഇവനെ കൊണ്ടുപോയി 1ാം ക്ലാസ്സിൽ ചേർക്കാനെന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ വിട്ടത്. അനിയൻ കൂടുതൽ സംസാരിക്കാത്ത കൂട്ടത്തിലായിരുന്നെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പിന്നെ ബുദ്ധിയുള്ളവർ കൂടുതൽ സംസാരിക്കൂലല്ലോ. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പം അവൻ കുറേ നേരം ഇരുന്ന് ചാച്ചാനുമായിട്ട് സംസാരിച്ചു. ഞാൻ ഗാർഡനിൽ എന്തോ ചെയ്യുമായിരുന്നു. കുറേ നേരം അവർ 2 പേരും കൂടെ സംസാരിച്ചു. ആ പ്രാവശ്യം അതായിരുന്നു ലാസ്റ്റ് ടൈം വന്നപ്പോൾ പോകുന്നതിന് മുമ്പ് അവൻ എന്നെ വിളിച്ചു ചേച്ചി ഞാൻ പോകുന്നു എന്ന് മാത്രം പറഞ്ഞു. അതാണ് അവൻ എന്നോട് സംസാരിച്ച ലാസ്റ്റ് സെൻറ്റൻസ്. ഞാൻ എന്നിട്ട് അതും ഇതുമൊക്കെ ചോദിച്ചിട്ടൊന്നും മിണ്ടിയില്ല. അപ്പം ഞാൻ പിന്നെ അവനോട് പറഞ്ഞു വിഷ് യു സേഫ് ജേർണി, വിഷ് യു ഹാപ്പി ജേർണി എന്നൊക്കെ പറഞ്ഞു. അവനൊന്നും മിണ്ടാഞ്ഞ കാരണം ഞാൻ പിന്നെ ഫോൺ വെച്ചു. ഒരുപക്ഷെ അവന് വിഷമായിരുന്നായിരിക്കാം, പക്ഷെ എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഹാപ്പി ആയിട്ടാണ് അവനെ വിഷ് ചെയ്തത്. അതാണ് ഞങ്ങൾ തമ്മിലുള്ള ലാസ്റ്റ് ടോക്ക്. ശേഷം അവൻ പോയി. പിന്നീട് അമേരിക്ക ചെന്നിട്ടും പിന്നെ അവൻ എന്നെ സാധാരണ അങ്ങനെ വിളിക്കാറില്ല. ഇവിടെ വരുമ്പോൾ എപ്പോഴും ഞങ്ങളെ വന്ന് കാണും, സംസാരിക്കും. പോകുന്നതിന് മുമ്പ് ഒന്ന് വരും. അപ്പോൾ അന്ന് പോകുന്നതിന് മുമ്പ് ഒരു 3 ദിവസം മുമ്പാണ് ഇവിടെ വന്ന് ഞങ്ങളോട് സംസാരിച്ചത്. പിന്നെ പോകാൻ നേരം എന്നെ വിളിച്ചു, ചേച്ചി ഞാൻ പോകുന്നു, ലാസ്റ്റ് വേർഡ്സ്. ഇന്നത്തെ ദിവസം നമ്മളെല്ലാവരും ഇവിടെ അനിയൻ്റെ ഓർമ്മയ്ക്കായി ഇവിടെ കൂടിയിരിക്കുന്നു. 1 വർഷം കഴിഞ്ഞതേ നമ്മൾ അറിഞ്ഞിട്ടില്ല അനിയൻ നമ്മളിൽ നിന്നും അകന്നു പോയത്. അവൻ്റെ ഓർമ്മകളെന്ന് പറഞ്ഞാൽ എപ്പം കാണുമ്പോഴും ചിരിച്ച ഒരു മുഖവുമായിട്ട് നമ്മളെ ആയി ബെന്നിച്ചേട്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ആയി മോളിച്ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് എപ്പോഴും നമ്മളെ
ചിരിച്ച മുഖത്തോടു കൂടി സ്വീകരിക്കുന്നതും ആ ഒരു തട്ടും നമ്മുടെ അദ്ദേഹത്തോട്ട് വന്നിട്ട് ഒരു നമുക്കിട്ടൊന്ന് കൊട്ടിയിട്ടേ ഉള്ളൂ പുള്ളി നമ്മളോട് സംസാരിക്കുകയുള്ളൂ. അതെല്ലാം നമ്മുടെ ഓർമ്മയിൽ എന്നും ഉണ്ട്. പ്രത്യേകിച്ചും അനിയൻ്റെ പാട്ടുകൾ എവിടെ കൂടിയാലും അനിയൻ്റെ പാട്ടുകൾ നമ്മുടെ ഓർമ്മയിലേക്ക് എപ്പോഴും വരുന്നതായിരിക്കും. നല്ല പാട്ടിൻ്റെ ഉടമയാണ്, നല്ല ഒരു സ്വരത്തിൻ്റെ ഉടമയായിരുന്നു. അത് നമ്മളെല്ലാവരെയും ആകർഷിച്ചിരുന്നു അനിയനെ. പിന്നെ അനിയൻ്റെ എവിടെ കൂടിയാലും സൗമ്യമായിട്ടുള്ള ആ ബിഹേവിയറും നമ്മളെ പൂർണ്ണമായിട്ടും ആകർഷിച്ചിരുന്നു. അന്തിക്കടപ്പുറത്തോരോലക്കൂടയെടുത്ത് 4 കുട്ടി മുറിക്ക് നടക്കണതാരാണ്? ആരാണ്? ഞാനും അനിയൻ ചേട്ടനും ജോയി, നമ്മുടെ ജോയി ചേട്ടനും നമ്മുടെ ഒരു കോമ്പിനേഷനിലുള്ളൊരു പാട്ടായിരുന്നു കുറേ നാൾ. ശരിക്കും വി മിസ് യു ഡിയർ അനിയ. ഐ നോ ഇറ്റ്സ് ബീൻ 1 year ബട്ട് ടൈം ഹാഡ് ഗോൺ വെരി ഫാസ്റ്റ്. പണ്ട് കോയമ്പത്തൂർ അനിയനവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങളവിടെ വരും. ആ സമയത്ത് നമ്മൾ ഒത്തിരി ഓർമ്മകളുണ്ട്, നല്ല കുറേ ഓർമ്മകൾ. അത് കഴിഞ്ഞ് ദുബായിൽ വന്നു. ദുബായിൽ വന്നപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു വൺ ഓഫ് അവർ വെരി ഓൺ ബ്രദറായിട്ട് കുറേ നാൾ ഇവിടെ നല്ലൊരു കുറേ ഓർമ്മകൾ. യെസ്, ഐ നോ വി മിസ് യു. ഐ ആം ഷുവർ യു ആർ ഇൻ ദ റൈറ്റ് പ്ലേസ്. യു ആർ എൻജോയിങ് യുവർ സെൽഫ്. വി ലവ് യു അനിയ, ലവ് യു. അനിയനുമായിട്ട് നിരവധി സമയങ്ങളിൽ നമുക്ക് ഒരുമിച്ച് കാണുവാനും ഒത്തിരി ഓർമ്മകൾ അനിയൻ്റെ കൂടുതലുണ്ട്. ഞാൻ ദുബായ് വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ആ സമയത്ത് സുനിത നാട്ടിൽ നിന്നും ആ ദിവസങ്ങളാണ് ജനിച്ചേട്ടൻ്റെ അടുത്ത് എത്തിയത്. അപ്പം അവിടെ നിന്ന് അന്ന് വൈകിട്ട് അവരെ ദേരയിലെ വീട്ടിൽ കൊണ്ട് ആക്കുവാൻ എൻ്റെ കൂടെയാണ് അവർ വന്നത്. അന്ന് തൊട്ടുള്ള ഒരു കൂടുതൽ അടുപ്പം തുടങ്ങിയിരുന്നു. എപ്പോഴും കടയിൽ വരുമ്പോൾ അനിയന് ഇതുപോലെ എപ്പോഴും പുറത്തോട്ട് ഒരുമിച്ച് എന്നെ കണ്ട അന്നേരം പൊളിയിൽ ഇറങ്ങി വന്ന് കടയിൽ പോയി ഒരു ചായയും കുടിച്ച് ആ സമയത്ത് അനിയൻ ഡ്രസ്സ് കിട്ടുകയൊക്കെ ചെയ്ത് അങ്ങനെ. അതുപോലെ തന്നെ അവരുടെ വീട്ടിൽ എപ്പോഴും നിത്യ സന്ദർശനം ഉണ്ടായിരുന്നു. ജനിച്ചേട്ടൻ്റെ അടുത്ത് വന്ന് അവരുടെ അടുത്തും അങ്ങനെ ഒത്തിരി ഓർമ്മകളും ആക്കി വെച്ചിട്ടാണ്. പക്ഷേ അനിയനും എത്രയും നേരത്തെ നമ്മൾ ഇന്നെല്ലാം വേർപിരിഞ്ഞ് പോയി. ആ ഓർമ്മകൾ ഇപ്പോഴും മനസ്സിൽ ഞങ്ങൾ സൂക്ഷിക്കുന്നു, അവരും അവരുടെ കുടുംബത്തെയും. Uncle was just a title for Paul uncle. Though he was my uncle, but he was more of a friend, a confidant, a person who I could share things with. He was very close to us because he, same as my father, was from the Air Force, so he had a lot of memories, and I really miss him. I really miss his smile. I really miss the soft, gentle person that he was. Never used to talk much, but when needed, he was always there for all of us. Thank you, and we really miss him. അനിയൻ ചേട്ടനെ ഓർക്കുമ്പം അനിയൻ ചേട്ടൻ്റെ പാട്ടുകളാണ് ഓർക്കുന്നത്. എന്ത് രസമായിട്ട് അനിയൻ ചേട്ടൻ പാടുമായിരുന്നു. സുനിത ചേച്ചിയും എഡ്വിനെയും എല്ലാവരെയും ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് ഇവിടെ. അനിയൻ ചേട്ടാ, വി റിയലി മിസ് യു. വി മിസ് ഹാവിങ് യു അറൗണ്ട്. പലകുളി കൊണ്ടാടി നിലയുടെ തീരങ്ങൾ പഴമചരിതമെഴുതിയൊരു ഭാരത പുഴതരിയ മണത്തരികളെ നിലകൊടുകിയ രഥമാമാങ്കം പലകുറി കൊണ്ടാടി. എൻ്റെ ഓർമ്മകൾ അയവിറക്കുന്നൊരു അവസരമാണ് കിട്ടിയിരിക്കുന്നത്. ഒരുപക്ഷെ അളിയന്മാരെ കൂട്ടത്തിൽ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് അനിയൻ. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കമായ സ്നേഹപ്രകടനവും പ്രവൃത്തികളുമാണ് ഒരുപക്ഷെ അദ്ദേഹത്തെ കൂടുതൽ ഇഷ്ടപ്പെടാൻ എനിക്ക് കാരണമാക്കിയത്. അദ്ദേഹത്തെ ഞാൻ ദുബൈയിൽ വെച്ചാണ് പരിചയപ്പെടുന്നത്. ഇവിടെ വെച്ചും അത്യാവശ്യം നല്ല ബന്ധങ്ങളുണ്ടായിരുന്നു. അമേരിക്കയിൽ പോയപ്പോഴത്തേക്കും ഒരു അളിയനെന്ന രീതിയിൽ എല്ലാ രീതിയിലുള്ള സ്നേഹപ്രകടനങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായി. അതോടൊപ്പം തന്നെ ഈ അവസരത്തിൽ
അതിന് കൂടെ നിന്ന അദ്ദേഹത്തിൻ്റെ വൈഫിനെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്, സുനിത. അപ്പോൾ എല്ലാ രീതിയിലും എല്ലാ അർത്ഥത്തിലും ഒരു അളിയൻ എന്ന നിലയ്ക്ക് നല്ല സ്നേഹം തന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. നമ്മളിൽ നിന്ന് വിട്ടുപോയതിൽ ദുഃഖമുണ്ട്. അവരുടെ കുട്ടിക്കാലത്തെ പറ്റിയും കാര്യങ്ങളൊക്കെ പലപ്പോഴും പറയാറുണ്ട്. അനിയനും ജയിനും ഷീബയും ജോയിയുമായിട്ടുള്ള അടികൂടൽ കുട്ടിക്കളികളൊക്കെ അവർ പറയാറുണ്ട്. അവിടെയൊക്കെ ഞാൻ നോട്ട് ചെയ്തൊരു പ്രധാന കാരണം അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കമായ സ്നേഹപ്രകടനമായിരുന്നു. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഒരു അളിയൻ എന്ന നിലയ്ക്ക് ഒരു നഷ്ടം എനിക്കുണ്ടായി. അതിൽ അതിയായ ദുഃഖമുണ്ട്. ഈ അവസരത്തിൽ ഞാൻ പലപ്പോഴും ഈ ഫേസ്ബുക്കിൽ ഞാൻ കൂടുതൽ ഇൻവോൾവ് ആവുന്നുണ്ട്. അദ്ദേഹമായിട്ട് പല ഫോട്ടോകളും മെമ്മറീസിൽ വരാറുണ്ട്. പ്രത്യേകിച്ച് ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ കുറേ ഫോട്ടോകൾ ഈ അടുത്ത കാലത്ത് കാണുമ്പോൾ ഞാൻ എപ്പോഴും ഞാനത് ഓർക്കാറുണ്ട്. അപ്പോൾ വലിയൊരു നഷ്ടമാണ്. ആ നഷ്ടത്തിൽ നിങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവരുടെയും പങ്കുചേരുന്നു. അനിയൻ്റെ ആണ്ട് അടുത്ത് വരുന്ന ഈ സമയത്ത് അനിയനെക്കുറിച്ചുള്ള ഓർമ്മകൾ ആദ്യമേ കയറി വരുന്നത്, അനിയൻ ഈ കുടുംബത്തിൽ എനിക്ക് കല്യാണം ആലോചിച്ച് വന്നപ്പോൾ ഞാൻ ആദ്യം കണ്ട ആൾ അനിയനാണ്. അനിയനെ, ആ വ്യക്തിനെയാണ് ഞാൻ ആദ്യം കാണുന്നത്, അനിയൻ എന്ന ആളെയാണ്. ബാക്കി ആരെയും കണ്ടിട്ടില്ല. കാരണം സുനിതയും ഞാനും ഒരു കോളേജിൽ ഒരേ ബാച്ചിൽ പഠിച്ചുകൊണ്ട് ഞങ്ങളൊരു ടെസ്റ്റ് എഴുതാൻ പോയപ്പോഴാണ് അനിയനെ കാണുന്നത്. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു, ഞാനും സുനിത ഒരുമിച്ചായിരുന്നു ടെസ്റ്റ്. അവിടെ വെച്ചാണ് സുനിതയാണ് എന്നെ അനിയനെ പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ ജെന്നിച്ചാൻ്റെ കുടുംബത്തിലെ ആദ്യമായിട്ടൊരാൾ, ജെന്നിച്ചാനെ പോലും ഞാൻ കണ്ടിട്ടില്ല, ആദ്യമായിട്ടൊരാളെ കാണുന്ന അനിയനെ. അത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരോർമ്മയാണ്. പിന്നെ അനിയൻ ഞങ്ങൾ ഈ ദുബായിലുള്ളപ്പോൾ എന്നും റൂമിൽ ചെല്ലുമ്പോൾ ഇഷ്ടം പോലെ പാട്ടുകളുടെ കരമൊക്കെയാണ് അനിയൻ്റെ കയ്യിൽ. നമ്മൾ ചെല്ലുമ്പോൾ അതിട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. പാടണോ എന്ന് ചോദിക്കും, മൈക്ക് തരും. അതെല്ലാം അനിയനെക്കുറിച്ചുള്ള നല്ല നല്ല ഓർമ്മകളാണ്. പിന്നെ പിന്നീടുള്ള ഒരു ഓർമ്മയെന്ന് പറയുന്നത്, അനിയൻ അമേരിക്കയ്ക്ക് പോകാൻ വലിയ താല്പര്യമില്ലാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ സുനിത പറഞ്ഞ അനിയൻ അതിന് താല്പര്യമില്ല പോരാൻ. അപ്പോൾ ഞാൻ ഒരു ദിവസം അനിയനെ കണ്ടപ്പോൾ പറഞ്ഞു, അനിയ സുനിതയുടെ എല്ലാവരും അവിടെ അല്ലേ, അപ്പോൾ അവർക്ക് ആർക്കെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഒന്ന് പെട്ടെന്ന് പോയി കാണണമെങ്കിൽ നിങ്ങൾക്കൊരു വിസ ഉള്ളത് നല്ലതല്ലേ, വിസയൊക്കെ എടുത്തിട്ട് നിങ്ങളിങ്ങ് പോരെ, അതല്ലേ നല്ലത് എന്ന് പറഞ്ഞെങ്കിലും ഹലോ, എനിക്ക് അനിയൻ ചേട്ടനെ പറ്റി പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ഞാൻ കഴിഞ്ഞ അവധിക്ക് നാട്ടിൽ ചെന്നപ്പോഴത്തേനും ഞാനും മറിയാമ്മയും സേറയും തെരേസയും കൂടെ വീട്ടിൽ ചെന്ന് അവിടെ ഒരു പള്ളിയിലൊരു ഗ്യാതറിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്യാതറിങ് കഴിഞ്ഞിട്ട് അനിയൻ ചേട്ടൻ പാവം ഓടി എന്നെയും പിള്ളേരെയും കാണാനായിട്ട് വീട്ടിൽ വന്നത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. എന്നിട്ട് രാത്രി ഒരു 1:30 വരെ ഇരുന്ന് ഞങ്ങളുടെ കൂടെ ഇരുന്ന് പാട്ടൊക്കെ പാടി. പ്രത്യേകിച്ച് എൻ്റെ അച്ഛനും അനിയൻ ചേട്ടൻ എന്നൊക്കെ പറഞ്ഞ ഒരു വലിയ കൂട്ടായിരുന്നു. ജോയി ചേട്ടനുണ്ടായിരുന്നു, ബിന ചേച്ചി, ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്ന കുഞ്ഞമ്മ, ഷായി ചേട്ടൻ, നാൻസി ചേച്ചി, അമ്മ, ഞങ്ങൾ പിള്ളേരും എല്ലാവരായിട്ട് ഇരുന്നിട്ട് രാത്രി ഫുള്ളിരുന്ന് പാട്ട് പാടി 1:30 വരെ. എനിക്കതൊരിക്കലും മറക്കാൻ പറ്റില്ല. അതും മരണത്തിന് തൊട്ട് മുമ്പുള്ള ആ അവധിക്കായിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. അത് കഴിഞ്ഞാണ് അനിയൻ ചേട്ടൻ ഞാനിത് അറിയുന്നത്. അപ്പം പാവം എന്നെ കാണാനായിട്ട് വന്നതും പിള്ളേരെല്ലാം കാണുന്നതിന് വന്നതും അത്ര നേരം സ്പെൻഡ് ചെയ്തതും അനിയൻ ചേട്ടൻ എൻ്റെ പിള്ളേരുടെ പാട്ടും എൻ്റെ പാട്ടും ഒക്കെ ഇങ്ങനെ ആസ്വദിക്കുന്നതെല്ലാം കണ്ടപ്പം, പിള്ളേരാണെങ്കിൽ ഇങ്ങനെ മലയാളവും ഇംഗ്ലീഷും സ്പാനിഷും എല്ലാ ഭാഷയിലും പാടുമ്പോൾ ചേട്ടനെ ആസ്വദിക്കുന്ന, അവരെ പ്രോത്സാഹിപ്പിക്കുന്നതെല്ലാം കണ്ടപ്പോഴൊക്കെ ശരിക്കും അനിയൻ ചേട്ടൻ ഇങ്ങനെ ആ ഒരു ഗ്യാതറിങ്ങിൽ നമുക്കിങ്ങനെ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു സന്തോഷമാണ്. ചേട്ടൻ്റെ ആ ഒരു സ്നേഹവും ആ ഒരു പ്രകടനവും പിള്ളേർക്കും ഭയങ്കര ഹാപ്പിയായിരുന്നു. അവർ മറക്കത്തില്ല അത് അനിയൻ ചേട്ടനെ. അച്ഛൻ്റെ കൂടെ ആണെങ്കിലും ദീപു ചേട്ടൻ, അനിയൻ ചേട്ടൻ, സുനിച്ചേട്ടനൊക്കെ പാട്ട് പാടുന്നത്, മേച്ചേച്ചിയായിട്ട് ക്ലാസിക്കൽ പാടുന്നതെല്ലാം നമ്മുടെ മനസ്സിൽ എന്നും ഓർമ്മയുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് സുനിത ചേച്ചിയോടും ചക്കരയോടും ഫുൾ ഫാമിലിയോടും, അനിയൻ ചേട്ടൻ ഇപ്പം നല്ലൊരു സേഫ് ഹാൻഡ്സിലാണ് ഈശോയുടെ കയ്യിൽ ഞാൻ വിശ്വസിക്കുന്നത്. എന്നും അനിയൻ ചേട്ടൻ്റെ ആത്മാവിന് വേണ്ടി ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. ഒത്തിരി വിഷമമുണ്ട് ഉള്ളിൽ, കാണാൻ ഇനി പറ്റില്ലല്ലോ, എന്നാലും ഈശോയുടെ കയ്യിലാണെന്നുള്ള സമാധാനത്തിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. താങ്ക് യു. നിന്റെ വേദന
മിണ്ടുകില്ലേ ഒന്നും മിണ്ടുകില്ലേ. അനിയൻ ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി നല്ല ഓർമ്മകളുണ്ട് എനിക്ക് ജീവിതത്തിൽ. കാരണം അനിയൻ ചേട്ടൻ വരുമ്പോൾ നമ്മൾ വീട്ടിൽ വരുമ്പോഴത്തേക്കൊരു ഓളമാണ്, കുറേ പാട്ടും കുറേ പാട്ടുകൾ ഒന്നിച്ച് പാടാനും പറ്റിയിട്ടുണ്ട് അനിയൻ ചേട്ടൻ്റെ കൂടെ. നമ്മുടെ ഈ കുടുംബത്തിൽ ശരിക്കും ഒരു ക്ലാസിക്കൽ മ്യൂസിക് നല്ല ധൈര്യമായിട്ടും സ്ഫുടമായിട്ടും പാടാൻ പറ്റുന്ന ഒരു എൻ്റെ സ്വന്തം ചേട്ടനാണ് അനിയൻ ചേട്ടൻ. അനിയൻ ചേട്ടൻ്റെ കൂടെ ഒത്തിരി സ്റ്റേജുകളിൽ പാടാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ വീട്ടിൽ വരുമ്പോഴായാലും നമ്മൾ ഒന്നിച്ചിരുന്ന് കുറേ നേരം ഇരുന്ന് പാടുമ്പോൾ എന്തോ ഒരു പ്രത്യേക രസമായിരുന്നു അനിയൻ ചേട്ടന്. ശരിക്കും അനിയൻ ചേട്ടനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. അനിയൻ ചേട്ടൻ്റെ ആത്മാവിനെല്ലാം ശാന്തി ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബ്രഹ്മകമലം ശ്രീലകമാകിയ നാദ ബ്രഹ്മസുധാമയി ദേവി മഹാപ്യലഹരീരൻ മനം സർഗസാഗരമാകേണം. ദേവി മഹാപ്യലഹരീരൻ മനം സർഗസാഗരമാകേണം. നൈവേദ്യ മന്ത്രാനുലങ്ങളിൽ ദേവി അന്നപൂർണാമൃതമരുളേണം. ആത്മനിധാമുദ്രകളിൽ ദേവി പാപതരംഗമുയർത്തേണം. ബ്രഹ്മകമലം ശ്രീലകമാകിയ നാദബ്രഹ്മസുധാമയി. എന്താ പോരെ ജന്മജന്മാന്തര പാപശീലകൾ പുണ്യസോപാനമായി മാറേണം. ജന്മജന്മാന്തര പാപശീലകൾ പുണ്യസോപാനമായി മാറേണം. പുണ്യാഹ ജലബിന്ദുകൾ ദേവി കാരുണ്യവാരിതിയുണരേണം. നിത്യപുരം ചേതനയിൽ കരുണാമലയമാരുതനൊഴുകേണം. ബ്രഹ്മകമലം ശ്രീലകമാകിയ നാദ ബ്രഹ്മസുധാമയി. ശ്രീനാഥരേ സാരോധരീ പാഹി മാം പരിപാഹി മാം. We love you and we miss you, Ani and Cha.
പരിപാലയ സുമാ സ്വാമിനാഥ പരിപാലയ സുമാ സ്വാമിനാഥ പരിപാലയ സുമാ സ്വപ്രകാശ വല്ലീശ ഗുരുഗുഹദേവ സന്ദേശ സ്വാമിനാഥ പരിപാലയ സുമാ സ്വപ്രകാശ വല്ലീശ ഗുരുഗുഹദേവ സന്ദേശ സ്വാമിനാഥ പരിപാലയ സുമാ വാമദേവ പാർവതി വാമദേവ പാർവതി സുകുമാര വാമദേവ പാർവതി സുകുമാര വാമദേവ പാർവതി സുകുമാര വാമദേവ പാർവതി സുകുമാര മാരിജാസ സമ്മോഹിതാകര സാരിഗമ പരിപമ മമരിരി സരിസാ സാരിഗമ പരിപമ മമരിരി സരിസാ മഗമ പരിപമ ഗമരിരി സരിസാ സരിഗമ താരിഗമ പരിപമ മമരിരി സരിസാ മഗമ പരിപമ ഗമരിരി സരി സരിഗമ പഗമ പസാരി പമരിരി സാ നി സരി പസാരി പമനി പമരിരി സരിഗമ പസരി സരി സരി പമരി സാ നി സരി നി പപ മമരി സരി സമ സമ മനി പസരി നി സമരി സരി പരി സരി പമഗമരി സ്വാമിനാഥ പരിപാലയ സുമാ സ്വപ്രകാശ വല്ലീശ ഗുരുഗുഹദേവ സേദേശ സ്വാമിനാഥ പരിപാലയ സുമാ മാനത്തൊരു മഴവില്ലു കണ്ട ഇളകും പെണ്ണ് പാടത്തിൽ നെല്ലിനും തീരത്തെ കൈകൾക്കും പാലും കൊണ്ടോടുന്ന പെണ്ണ് അവളൊരു പാവം പാൽക്കാരി പെണ്ണ് പാൽക്കാരി പെണ്ണ് പുഴയോരഴകുള്ള പെണ്ണ് ആലുവ പുഴയോരഴകുള്ള പെണ്ണ് കല്ലും മാലയും മാറിൽ ചാത്തിയ ചെല്ലക്കോലുസിട്ട പെണ്ണ് പുഴയോരഴകുള്ള പെണ്ണ് ആലുവ പുഴയോരഴകുള്ള പെണ്ണ് ശിവരാത്രി വ്രതവുമായി നാമം ജപിക്കും പെണ്ണ് പെണ്ണിനെ കാണുവാൻ ഇന്നലെ വന്നവർ ചൊന്നുപോൽ ഭ്രാന്തത്തി പെണ്ണ് അവളൊരു പാവം ഭ്രാന്തത്തി പെണ്ണ് ഭ്രാന്തത്തി പെണ്ണ് അത് കേട്ട് നെഞ്ചു പിടഞ്ഞ് കാലിലെ കൊലുസെല്ലാം ഊരിയെറിഞ്ഞ് ആയിരം നൊമ്പരം മാറിലൊതുക്കിക്കൊണ്ടാഴിയിലേക്ക് അവൾ പാഞ്ഞു അവളൊന്നും ആരോടും മിണ്ടാതെ പാഞ്ഞു മിണ്ടാതെ പാഞ്ഞു പുഴയോരഴകുള്ള പെണ്ണ് ആലുവ പുഴയോരഴകുള്ള പെണ്ണ് കല്ലും മാലയും മാറിൽ ചാത്തിയ ചില്ലക്കോലസിട്ട പെണ്ണ് പുഴയോരഴകുള്ള പെണ്ണ് ആലുവ പുഴയോരഴകുള്ള പെണ്ണ് ബ്രഹ്മകമലം ശ്രീരഥമാകിയ നാദബ്രഹ്മസുധാമയി നീലാധരി ശാദോദരി പാഹിമ പാഹിമ പരിപാഹിമ
ദേവി മഹാത്മ്യലഹരിയിലെൻ മനം സർഗസാഗരമാകേണം. ദേവി മഹാത്മ്യലഹരിയിലെൻ മനം സർഗസാഗരമാകേണം. നൈവേദ്യമന്ത്രാഗ്രഹങ്ങളിൽ അമ്മേ അന്നപൂർണാമൃതമരുളേണം. ആത്മപൂജാഗ്രഹങ്ങളിൽ ദേവി മാതരംഗമുയർത്തേണം. ബ്രഹ്മകമലം ശ്രീലകമാകിയ നാദബ്രഹ്മസുധാമയീ. ജന്മജന്മാന്തര പാവശീലകൾ പുണ്യസോപാനമായി മാറേണം. ജന്മജന്മാന്തര പാവശീലകൾ പുണ്യസോപാനമായി മാറേണം. പുണ്യജലബിന്ദുവിൽ ദേവി കാരുണ്യവാരിധിയുണരേണം. നിത്യവും ചേതനയിൽ കരുണാമധുരമാരുതലൊഴുകേണം. ബ്രഹ്മകമലം ശ്രീലകമാകിയ നാദബ്രഹ്മസുധാമയീ. നാദരീ ശാദോദരീ പാഹി മാം പാഹി മാം പാഹി മാം. മാമാകം പലകുറി കൊണ്ടാടി നിലയുടെ തീരങ്ങൾ നാവായി. മാമാകം പലകുറി കൊണ്ടാടി നിലയുടെ തീരങ്ങൾ നാവായി. കേരള പഴമചരമെഴുതിയൊരു ഭാരത ഉഴതറിയ മണത്തരികളെ പറയുക പറയുക നിലമൊഴുകിയ മാമാകം പലതുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നാവായി. അമ്പേന്തി വില്ലേന്തി വാളേന്തിയും തമ്പേരിൻ താളത്തിൽ പോരാടിയും. അമ്പേന്തി വില്ലേന്തി വാളേന്തിയും തമ്പേരിൻ താളത്തിൽ പോരാടിയും. നിലപാടു നിന്ന തിരുമേനിമാർ പടകൾ നയിച്ച കഥ ഇന്നെന്റെ ചിന്തയ്ക്ക് ചിന്തേറിടൻ. അരിയ കണ്ണാടി ചില്ലത്ത തീരങ്ങളെ പറയുമാമാകം പലകുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ പലകുറി കൊണ്ടാടി നിളയുടെ സാമൂരിക്കോലത്തെ മേൽക്കോയ്മയും മങ്ങാത്മമായാത്ത മലയാഴ്മയും. സാമൂരിക്കോലത്തെ മേൽക്കോയ്മയും മങ്ങാത്മമായാത്ത മലയാഴ്മയും. എഴുതാൻ തുനിഞ്ഞ പടനായകന്റെ കഥയില്ലെന്റെ ഉണ്ണിക്കരഞ്ഞിടുവൻ. ഇനിയ മണ്ണന്റെ മാനന്റെ മണ്ണോ പറയുമാമാകം പലകുറി കൊണ്ടാടി നിലയുടെ തീരങ്ങൾ നാവായി. കേരള പഴമചരിതമെഴുതിയൊരു ഭാരതം ഉഴതറിയ മണത്തരികളെ പറയുക പറയുക നിലമെഴുകിയ കഥാമാകം പലകുറി കൊണ്ടാടി നിലയുടെ തീരങ്ങൾ നാവായി. പാലക പാഹി മാം അനിശം
പദരതവൈ ഗോപാലക പാഹി മാം അനിശം പദരതവൈ ഗോപാലക പാഹി മാം അനിശം പദരതവൈ ഗോപാലക പാഹി മാം അനിശം 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 പാപ വിമോചന വിമോചന പവിതരാദിന നമന പല്ലവദാനാന്തരജം തരിമുതരകതിത്തിലാരവിരനാഥൻ ഇത്താകൃതജം ജം ഇത്താകൃതജം ജം ഇത്താകൃതജം ജം ഗോപാലക പാഹി മാം ധനിസ സാനി ധപ സാനി ധപ മഗരി സരി ഗമ പാപ ദദ പ മമ പ ധനിസ സാനി ധപ സാനി ധപ മഗരി സ പവനരച്ചെഴുതുന്നു കോലങ്ങളെന്നും കിഴക്കിനി കോലായിലരുണോദയം പവനരച്ചെഴുതുന്നു കോലങ്ങളെന്നും കിഴക്കിനി കോലായിലരുണോദയം പകലക പൊരുളിന്റെ ശ്രീരാജധാനി ഹരിതകമ്പളം നീട്ടി വരവേൽപ്പിനായി ഇതിലേ ഒരു സാവധാന വീണ വീട്ടിയഴകെ പവനരച്ചെഴുതുന്നു കോലങ്ങളെന്നും കിഴക്കിനി കോലായിലരുണോദയം തിരുക്കുറക്കുകൾ പാടി കിളികുലമിളകുമ്പോൾ തിരുക്കുറൽപ്പുകൾ പാടി കിളികുലമിളകുന്നു ഹൃദയങ്ങൾ തൊഴുകയിൽ ഗായത്രിയുതിരുന്നു ഹൃദയങ്ങൾ തൊഴുകയിൽ ഗായത്രിയുതിരുന്നു ചിലപ്പതിയാനം ചിതറുന്നു വാനിൽ ഇളക്കണമേ നിൻ ഭരതവും പാട്ടും അകലെ അകലെ ചൊഴിഞ്ഞതായി പിറന്ന പൊങ്കൽ പവനരച്ചെഴുതുന്നു കോലങ്ങളെന്നും കിഴക്കിനി കോലായിലരുണോദയം വിസഗരി മഗ പമദപ വിസഗരി മഗ പമദപ പമദപരിദ സനി റിസ പമദപരിദ സനി റിസ ഗഗരി റിസ ഗഗരി റിസ സനി നി ഗഗരി റിസ ഗഗരി റിസ സനി നി ഗഗ പപ മമ ഗഗ പപ മമ ഗഗ ഗഗ പപ മമ ഗഗ പപ മമ ഗഗ മമ പപ മമ ഗഗരി പപ മമ ഗഗ മമ പപ മമ ഗഗരി റിസ ഉഴയൊരു പൂർണ്ണോല ഗായത്രിയുതിരുന്നു ജലസാധനം ഗംഗയിലാടാൻ സരിഗമ പോലും സ്വയമുണരുന്നു പകരൂ പകരൂ പരിധി കുടഞ്ഞ മേഘദൂത് തുടരും പവനരച്ചെഴുതുന്നു കോലങ്ങളെന്നും കിഴക്കിനി കോലായിലരുണോദയം പകലക പൊരുളിന്റെ ശ്രീരാജധാനി ഹരിതകമ്പളം നീട്ടി വരവേൽപ്പിനായി ഇതിലേ ഒരു സാവധാന വീണ വീട്ടിയഴകെ പവനരച്ചെഴുതുന്നു കോലങ്ങളെന്നും കിഴക്കിനി കോലായിലരുണോദയം നമ്മുടെ
നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. താമരപ്പൂ നീ ദൂരെ കണ്ടു മോഹിച്ചു, അപ്പോൾ താഴെ ഞാൻ നീന്തി ചെന്ന പൂവ് പൊട്ടിച്ചു. പിന്നെ തണ്ടൊടിഞ്ഞ താമര ഞാൻ കൊണ്ടുവന്നപ്പോൾ പിന്നെ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമരത്താട്. പിന്നെ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമരത്താട്. അല്ലിയാമ്പൽ കടവിലെന്നരയ്ക്കു വെള്ളം, അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പൂവെള്ളം. നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. പൂത്തല്ലോ ഞാവൽ കാവഴുത്തല്ലോ, പിന്നെ കാലമായില്ലേ എന്റെ കൈ പിടിച്ചിടാൻ. അന്ന് മൂളിപ്പാട്ടും പാടിത്തന്ന മുളം തത്തമ്മേ, ഇന്നയാളൊഴിഞ്ഞ കൂട്ടിലെന്തേ വന്നു ചേരാത്തു. ഇന്നയാളൊഴിഞ്ഞ കൂട്ടിലെന്തേ വന്നു ചേരാത്തു. അല്ലിയാമ്പൽ കടവിലെന്നരയ്ക്കു വെള്ളം, അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പൂവെള്ളം. നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. വീണയുമായ മനസ്സിന്റെ താമര പൂവിനുടന്നവളെ, പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ. മഞ്ഞു പൊഴിഞ്ഞല്ലോ മാമ്പൂ പൊഴിഞ്ഞല്ലോ, പിന്നെയും പൊന്മയിൽ വന്നല്ലോ. നിന്നടുത്തെത്തുമ്പോൾ എന്തു ചോദിക്കും, എന്തിനാണെന്തിനാണീ മൗനം. നിന്നടുത്തെത്തുമ്പോൾ എന്തു ചോദിക്കലും, എന്തിനാണെന്തിനാണീ മൗനം. മാണിക്യ വീണയുമായ മനസ്സിന്റെ താമര പൂവിലുടന്നവളെ, പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ. മുഖം കാണുമ്പോൾ കൺമുനകളിൽ എന്തിത്ര കോപത്തിൻ സിന്ദൂരം. നിന്നടുത്തെത്തുമ്പോൾ എന്തിനാ നിന്നകത്തെത്തുന്നു മറഞ്ഞോരാ പുഞ്ചേ. എന്തിനീ പൂവിലുടന്നവളെ, പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ. തൃശ്ശൂർ പൂരം കാണാം, പൂരമിരിക്കുന്നു കാണണം.
തിമിലേനിക്കൊന്നു കാണണം കാന്ത തിമിലേനിക്കൊന്നു കാണണം കാന്ത തിമിലേനിക്കൊന്നു കാണണം കാന്ത കാന്ത ഞാനും വരാം പൂരം കാണാൻ കാന്ത പൂരം കാണാൻ മദ്ദളം എനിക്കൊന്നു കാണണം കാന്ത മദ്ദളം എനിക്കൊന്നു കാണണം കാന്ത മദ്ദളം അതിലൊന്നു കൊട്ടണം കാന്ത മദ്ദളം അതിലൊന്നു കൊട്ടണം കാന്ത കാന്ത ഞാനും വരാം വെടിക്കെട്ടി എനിക്കൊന്നു കാണണം കാന്ത വെടിക്കെട്ടി എനിക്കൊന്നു കാണണം കാന്ത വെടിക്കുട്ടി അതിലൊന്നു കൊളുത്തണം കാന്ത വെടിക്കെട്ടി അതിലൊന്നു കൊളുത്തണം കാന്ത കാന്ത ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ കാന്ത ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ ഞാനല്ല പാരുന്നല്ല തിരകളല്ല ചെമ്മാനം വാഴണ കുറയറയും അങ്ങേ കടലിൽ പള്ളിയുറങ്ങേ മൂപ്പര് തോണതാണേ അന്തിക്കടപ്പുറത്തൊരോലക്കൂടെ എടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണതാണ് ആരാണ് മലനീരും മോതി നടക്കണ ചെമ്മാനത്തെ പുനരയൻ മലനീരും മോതി നടക്കണ ചെമ്മാനത്തെ പുനരയൻ നീട്ടി തുപ്പിയതാണേ മാനത്തെ പുതുറയിൽ ബലവീശണ കാണൂലേ മാനത്തെ പുതുറയിൽ ബലവീശണ കാണൂലേ ബലവേശിറക്കണകൂടെ മീനാണെങ്കിൽ പിടയ്ക്കൂലേ മീനാണെങ്കിൽ പിടയ്ക്കൂലേ അന്തിക്കടപ്പുറത്തോരോലക്കൂടെ എടുത്ത് നാലും മുട്ടി മുറുക്കി നടക്കണതാരാണ് ആരാണ് ആയിരം മുട്ടിലിറങ്ങായി അക്കരെ ഇക്കരെ ഓടി ഒഴുകുന്നോടി വെള്ളം ഒരുങ്ങൂലേ കിടന്ന് കിടങ്ങൂലേ കിടന്ന് കിടങ്ങൂലേ അന്തിക്കടപ്പുറത്തോരോലക്കൂടെ എടുത്ത് അങ്ങേ കടലിൽ പള്ളിയുറങ്ങാൻ മൂപ്പര് തോണതാണേ അന്തിക്കടപ്പുറത്തോരോലക്കൂടെ എടുത്ത് നാലും മുട്ടി മുറുക്കി നടക്കണതാരാണ് ആരാണ് താരിത്തക്കിളി താക്കിളി മുട്ടികളി മുട്ടുകളികളുടെ കടലിൻ കുട്ടികളക്കരെ മുട്ടുകളക്കരെ വരുന്നത് മലപ്പൊളി തെറ്റിക്കടവിലെ തുമ്പികളായി ചന്തകളായി അവരവരെന്ത് കലമ്പിയ നേരം വീട്ടിൽ മാനം മാനത്തുള്ളി ഉറഞ്ഞു കൊണ്ടൊരു നാളത്തടിയിടുന്ന അത്തിമരത്തിൻ കീഴെ തറയിൽ അപ്പൊത്തിക്കരു നല്ലൊരു വാടി കണ്ണേട് പറയേട് പറയേട് പടപെട് മൊഴികളിൽ അലയുടെ കണ്ണേട് പറയേട് 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 മൊഴികളിൽ അലയുടെ ഒരു മിനിറ്റ് ഓക്കെ പാടാ ഓർക്കപ്പാടെ ഇനി ഗേൾസ് പാടിക്കേ ഇനി എല്ലാരും
ഓക്കെ എല്ലാരും കൂടെ ബാക്കി യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോന് സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോന് സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനാം അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ. പിള്ളേരെ എല്ലാരും വരും കാലമോ പിള്ളേരെ പഠിക്കത് ബോയ്സ്. കൃപാവരങ്ങൾ ചൊരിയുക എന്നിൽ. വരും കാലമൊക്കെയും നിൻ കൃപാവരങ്ങൾ ചൊരിയുക എന്നിൽ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ആ ഒരു മിനിറ്റ് എന്താ ഒരു മിനിറ്റ് മോളി. ജീവിച്ചാലും രാജ്യത്തെ വാനൊളി കണ്ടാലും സ്നേഹമില്ലെങ്കിലതൊക്കെ ശൂന്യം. മാലാഖമാരുടെ ഭാഷയറിഞ്ഞാലും മാലാഖമാരൊത്തു ജീവിച്ചാലും വാനവരാജ്യത്തെ വാനൊളി കണ്ടാലും സ്നേഹമില്ലെങ്കിലതൊക്കെ ശൂന്യം. അനിയകുഞ്ഞിൻ്റെ ഈ ഓർമ്മയായിരിക്കുവാൻ ഞങ്ങൾ എല്ലാവർക്കും ഈ ഭവനത്തിൽ ഒത്തുചേരുവാൻ അങ്ങ് അവിടുന്ന് സഹായിച്ചതിന് ഓർത്ത് സ്തുതിക്കുന്നു. ഞങ്ങളുടെ എല്ലാ കുടുംബാംഗങ്ങളെയും അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊള്ളുന്നാഥ. എല്ലാ കുടുംബാംഗങ്ങളെ അവിടുന്ന് കാത്തു പരിപാലിക്കണമേ. പ്രത്യേകിച്ചും അനിയകുഞ്ഞിൻ്റെ ആത്മാവിന് വേണ്ടി നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നാഥ. വഴിയും സത്യവും ജീവനുമായിരിക്കുന്ന കർത്താവേ, അങ്ങയുടെ പുനരുത്ഥാനത്തിൻ്റെ സമയത്ത് അങ്ങേ അവിടുന്ന് അനിയകുഞ്ഞിനെ അവിടുത്തെ സന്നിധിയിലേക്ക് നിർത്തിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നാഥ. നല്ലവനായ ഈശോയെ, അങ്ങ് ഇന്നത്തെ ദിവസം ഇവിടെ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അനിയകുഞ്ഞിൻ്റെ ഓർമ്മയായിട്ടും നല്ല രീതിയിൽ ഷെയർ ചെയ്യുവാനും അങ്ങ് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ സ്നേഹിക്കുവാനും സ്നേഹത്തിൽ വളരുവാനും അവിടുന്ന് കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നാഥ. ഈ കുടുംബത്തിൻ്റെ ഐക്യവും സ്നേഹവും എന്നും നിലനിൽക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. അമ്മേ മറിയേ മാതാവേ, എല്ലാവർക്കും തുണയും ആശ്രയമായി വരണമേ. പ്രത്യേകിച്ചും ജനിച്ചേട്ടനെയും എല്ലാ സഹോദരങ്ങളെയും അവിടുത്തെ കുളം കൈകളിലോട്ട് സമർപ്പിച്ചു കൊള്ളുന്നാഥ. എല്ലാവരെയും കാത്തു പരിപാലിക്കണമേ. അമ്മേ മറിയേ മാതാവേ, ഈ കുടുംബത്തെ മുഴുവനും അങ്ങയുടെ ഉള്ളം കൈകളിൽ സമർപ്പിച്ചു കൊള്ളുന്നാഥേ. അവിടുന്ന് പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുന്നാഥ. യോസേപ്പ് പിതാവേ, അവിടുന്ന് എല്ലാവരെയും സംരക്ഷിച്ചു കൊള്ളണമേ. കാവൽ മാലാഖമാരെ അവിടുന്ന് എല്ലാവരെയും കാത്തുകൊള്ളണമേ. യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, കർത്താവേ നന്ദി, കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ, നന്ദി ദൈവമേ, സ്തോത്രം കർത്താവേ, നന്ദി ദൈവമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും അവിടുത്തെ തിരുപുത്രന്റെ നാമത്തിൽ കാഴ്ചവെക്കുന്ന കേൾക്കുമാറാകണമേ. യേശുവേ സ്തുതി. It was so nice of you to kind of gather here, remember about Aniyan Chetan. I think these are the small things what we can do, right? And I really appreciate what you did.
you.